നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ലഞ്ചിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരു വെജിറ്റേറിയൻ ലഞ്ചാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു അരക്കപ്പ് ചെറുപയർ ഇതുപോലെ വറുത്തെടുക്കാം. അപ്പോൾ അതൊരു കളറ് ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് മാറ്റി വെക്കുക. നമ്മൾ ഈ സമയത്ത് ചോറും കുക്കറിനകത്തോട്ടിട്ട് അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കുറച്ച് സമയത്തിനുള്ളിൽ റെഡിയാകും. ഒരു 10:45 ആയിട്ടുണ്ട്. അപ്പോൾ അന്നത്തേന് ഞാൻ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കാൻ തുടങ്ങിയായിരുന്നേ. അപ്പം അങ്ങനെ നമ്മൾ ഈ പയറൊക്കെ തണുത്തതിന് ശേഷം, വറുത്ത് വെച്ച പയർ തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ക്രഷ് ചെയ്തതിന് ശേഷം നമ്മളിത് അതിനകത്തെ ആ ഒരു തൊലിയൊക്കെ നമുക്കൊന്ന് കഴുകി മാറ്റിയെടുക്കണം. അപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യം ഒന്ന് കഴുകുമ്പോഴത്തേനും അതിൻ്റെ തൊലിയെല്ലാം മാറിക്കിട്ടും. ഇനി നമ്മളൊരു പ്രഷർ കുക്കറിനകത്തോട്ട് ആ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന പയർ, ചതച്ച് വെച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുക്കുക. പിന്നെ പയർ വേകാൻ ആവശ്യമായിട്ടുള്ള അരക്കപ്പ് വെള്ളം, 2 പച്ചമുളക്, ചെറിയ ഉള്ളി 2 എണ്ണം, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 4-5 വിസിൽ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പുളി, ഞാൻ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു പുളി കുറച്ച് ഞാൻ വെള്ളത്തിനകത്ത് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് നമ്മൾ കുക്കറിൽ അരി വേവിക്കാൻ വെച്ചില്ലേ, അത് ഒരു വിസിലിന് ശേഷം നമ്മളിതുപോലെ പ്രഷറെല്ലാം പോയതിന് ശേഷം ചെറുപയറിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ വെള്ളം ഒഴിച്ചതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ കുക്കറെല്ലാം പ്രഷറെല്ലാം പോയതിന് ശേഷം കുക്കർ തുറന്ന് ഇതുപോലെ നോക്കുക. നല്ലപോലെ പയറൊക്കെ വെന്തിട്ടുണ്ട്. ഇതിൻ്റെ അരപ്പ് നമുക്ക് റെഡിയാക്കാം. പരിപ്പ് കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് റെഡിയാക്കാം. ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത്, 2 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഒത്തിരി സ്മൂത്തായിട്ടൊന്നും അരയ്ക്കേണ്ട, നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോഴത്തേന് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറിനകത്തോട്ട് ഈ അരപ്പ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒത്തിരി അങ്ങ് ലൂസാകണ്ട, എന്നാൽ ഒരു ചെറിയൊരു തിക്നെസ് വേണം താനും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് അരപ്പ് വേകുന്നതിനായിട്ട് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ അത് തിളപ്പിക്കാനായിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത്തിരി തിക്കായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ചൂടാക്കിയ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കല്ലേ, നമ്മളിപ്പം അരപ്പ് വേകാനായിട്ട് വെച്ചതല്ലേ. അപ്പം ആ സമയത്ത് വെള്ളം കുറവാണെങ്കിൽ നമ്മൾ ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനകത്ത് കടുക് താളിക്കാനായിട്ടുള്ള ഇത് നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു ചെറിയ പാനിൽ ഞാൻ 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പം നെയ്യ് ഒഴിക്കുമ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞതും, കറിവേപ്പില, പിന്നെ വറ്റൽമുളക്, ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് ഈ വറുത്തെടുത്ത ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഇതെല്ലാം കൂടി ഒന്ന് ആ കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. പരിപ്പിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനിയും നമ്മൾ ചോറുണ്ണുന്ന സമയത്ത് നെയ്യ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല നെയ്ക്കകത്ത് നമ്മൾ കടുകൊക്കെ ഇട്ട് മൂപ്പിച്ച് ചേർത്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇനി നമ്മൾ അടുത്തൊരു കറി ഉണ്ടാക്കുന്നത് ഇഞ്ചിക്കറിയാണ്. അപ്പോൾ ഈ ഇഞ്ചിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ 2 കഷ്ണം മീഡിയം സൈസിലെ ഇഞ്ചി ഇതുപോലെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒന്ന് ചോപ്പ് ചെയ്തെടുത്തേക്കുവാണ്. അപ്പം ചെറുതായിട്ട് അരിയാണെങ്കിൽ അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഇനി ഒരു 10 ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളകും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചി, ചോപ്പ് ചെയ്ത ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പാനിൽ ഇതുപോലെ വറുത്തെടുക്കുക. ഒരു പകുതി വറുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതൊരു പകുതി വറവാകുന്നേരം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പം നമുക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക.
അപ്പോൾ നമ്മുടെ ഇഞ്ചിയും ഉള്ളിയെല്ലാം ഇതുപോലെ വറുത്ത് മാറ്റി വെക്കുക. അപ്പോൾ തണുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ടൊന്ന് പൊടിച്ച് മാറ്റി വെക്കുക. ഇനി നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടിയാണ്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പൊടി കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളി പിഴിഞ്ഞ വെള്ളം അതും കൂടി നല്ലപോലെ അരിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിന് പഞ്ചസാര ചേർത്താലും മതി ശർക്കരയ്ക്ക് പകരം. ഇനി നമുക്കിതൊന്ന് നല്ല ഒരു തിക്കായിട്ട് വരുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറിയൊക്കെ നല്ലപോലെ കുറുകി വരുന്നുണ്ട്. അപ്പം അതിന് ശേഷം ലാസ്റ്റിൽ നമുക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റിൽ നമ്മൾ ഇഞ്ചിക്കറിക്ക് കുറച്ച് കടുക് താളിച്ച് ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് താളിച്ച് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കുന്നത് കാബേജ് തോരനാണ്. ഇപ്പോൾ ക്യാബേജ് ഒരു പകുതി ക്യാബേജ് നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും അരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഉഴുന്ന് പരിപ്പും കൂടി ചേർക്കുമ്പോൾ ആ ക്യാബേജിൻ്റെ ഒരു വല്ലാത്ത സ്മെല്ലില്ലേ, അപ്പോൾ അതൊന്ന് മാറിക്കിട്ടും. പിന്നെ വറ്റൽമുളകും ഈ സവാളയും അതുപോലെ ക്യാബേജ് അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വഴച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ വെളുത്ത തോരനാണ് ആവശ്യമെങ്കിൽ വെളുത്തിരിക്കുക, മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച്. എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കുക. എന്നിട്ട് ലാസ്റ്റിൽ കുറച്ച് തേങ്ങാപ്പീരയും കൂടി ഇട്ടതിന് ശേഷം തേങ്ങാപ്പീര ഒന്ന് വെന്തതിന് ശേഷം നമുക്കിതുപോലെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റിനകത്ത് ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് വിളമ്പുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം ക്യാബേജ് തോരൻ വിളമ്പുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചിക്കറി ഇത്തിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഉപ്പിലിട്ട മാങ്ങയാണ്, അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണ്. അത് ചേച്ചി മൂത്ത അക്ക തന്നയച്ച മാങ്ങയാണ്. അപ്പോൾ അത് ഉണ്ട്. പിന്നെ കുറച്ച് പരിപ്പ് കറി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 2 പപ്പടം കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു വെജിറ്റേറിയൻ ലഞ്ചാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിന് വരെ ബൈ.